അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വഹീഹ് മുസ്ലിം സബഖ് നമ്പർ 50, ഹദീസ് നമ്പർ 181. ഹദീസ് പഠന പരമ്പര, ബാബ് നമ്പർ 21, ബാബു തഫാലുലി അഹ്ലിൽ ഈമാനി ഫീഹി വറുജ്ഹാനി അഹ്ലിൽ യമനി ഫീഹി, പേജ് നമ്പർ 47. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഔദ്യോഗികമായ 50ാമത്തെ ക്ലാസ്സാണ്. അള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുഹിബ്ബീങ്ങൾ, ശിഷ്യന്മാർ, ഭാര്യ, മക്കൾ, ഈ കിതാബിൻ്റെയൊക്കെ മുസന്നിഫിങ്ങൾ എല്ലാവർക്കും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഖൽബുകളിൽ ഇൽമും തഖ്വയും വറഉം അല്ലാഹു നിറക്കട്ടെ. ഹബീബിങ്ങളെ വായിക്കാനുള്ള ഭാഗം, ബാബു തഫാലുലി അഹ്ലിൽ ഈമാനി ഫീഹി. ഈമാന് ചില ആളുകളിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാവും, അത് ചർച്ച ചെയ്യുന്ന പാഠം. ബാബു തഫാലുലി, ഏറ്റ വ്യത്യാസത്തിൻ്റെ പാഠം. തഫാലുലിനെ കൂടും കുറയും, ചിലർക്ക് തോനുണ്ടാവും, ചിലർക്ക് കുറച്ചുണ്ടാവും. ബാബു തഫാലുലി, ഏറ്റ വ്യത്യാസത്തിൻ്റെ പാഠം. അഹിലി, ആളുകൾക്ക്, അൽ ഈമാനി, ഈമാനിൻ്റെ ആളുകൾക്ക്, ഫീഹി, ഈമാനിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് തോനുണ്ടാവും, ചിലർക്ക് കുറവായിക്കാരം. ചില നാട്ടിൽ തോനുണ്ടാവും, ചില നാട്ടിൽ കുറവായിക്കാരം. ഇതാണ് ചർച്ച. റുജ്ഹാനി, അധികമാണ്. റുജ്ഹാന മുൻതൂക്കമാണ്. അഹ്ലിൽ യമൻ, യമനിലെ ആളുകൾക്ക്. ഫീഹി, ഈമാനിൽ യമനിലെ ആളുകൾക്ക് കുറച്ച് മുൻതൂക്കമാണ്, അധികമുണ്ട്. അപ്പോൾ യമനത്തെ ആളുകൾക്ക് ഈമാൻ അധികമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജഫരി മുത്തുക്കോയത്തങ്ങൾ മഹാനവർ അടക്കം, ഷംസുൽ ഉലമ അടക്കം എല്ലാ നേതാക്കളും യമനിൽ നിന്ന് വന്നവരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിനെ വേണ്ടി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. യമനിനെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദ്വാരന്നിട്ടുണ്ട്. യമന് എന്ന നാട് എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ കേരളത്തിൽ ധരിക്കുന്ന തൊപ്പിയും തലയിക്കൊട്ടും ജുബ്ബയൊക്കെ, നമ്മുടെ ആലിമീങ്ങളുടെ വസ്ത്രമൊക്കെ യമനിൽ നിന്ന് പോകുന്നതാണെന്നാണല്ലോ. ഇരിക്കട്ടെ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് 2 പോയിൻ്റാണ് ഹെഡിങ്ങിൽ പറഞ്ഞത്. ഒന്ന്, ഈമാന് ഏറും കുറയും, പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും, എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല ഈമാൻ ഉണ്ടാകുക. 2, യമൻ എന്ന നാട്ടിൽ ഈമാൻ അധികമാണ്. യമൻ എന്ന നാട്ടിൽ ഈമാൻ കുറച്ച് ഉഷാറാണ്. മറ്റു നാട്ടിൽ തീരെ പോരാന്നല്ല, കൂടുതൽ നല്ലോണം ഫുൾ ഫസ്റ്റ് ക്വാളിറ്റി എന്നല്ല, യമനിൽ ഉഷാറായ ടീമാണ്. ഇപ്പോൾ സെയ്ദും അമ്രും മുഹമ്മദും പോക്കരൊക്കെ ഉണ്ട്. സെയ്ദ് നല്ല ഉഷാറാണ് പറഞ്ഞാൽ അമ്രു ഉഷാറല്ല എന്നല്ല അർത്ഥം. സെയ്ദ് ഉഷാറാണ്, അമ്രും ഉഷാർ തന്നെയാണ്, അതിനെല്ലാവരും ഉഷാറിന്. ഞാൻ ചിലയിടത്ത് വളരെ ഉഷാറാണ് എന്നുള്ളതാണ് അർത്ഥം, മറ്റേ പോരാന്നല്ല. അപ്പം യമനിനെ നബി പുകഴ്ത്തി പറഞ്ഞത് ധാരാളം ആലിമ്യങ്ങൾ ഔലിയാകളൊക്കെ വന്ന നാടാണല്ലോ യമന്. പിന്നെ 1ാമത്തെ ഹദീസ് നമ്പർ 181. ഹദീസ് എന്താണ്? ഹദ്ദസന അബൂബക്കർ ഇബ്നു അബീ ശൈബത ഖാല ഹദ്ദസന അബൂ ഉസാമത ഹാ വഹദ്ദസന ഇബ്നു നുമൈർ ഖാല ഹദ്ദസന അബീ ഹാ وحدثنا أبو كريب قال حدثنا ابن إدريس كلهم عن إسماعيل بن أبي خالد حا وحدثنا يحيى بن حبيب الحارثي رضي الله عنه. ഇവിടെ ഹാന്ന് 3 തവണ വന്നു. 3 തഹവ്വുലുണ്ട്. ഒരു സനദിൽ നിന്ന് മറ്റൊരു സനദിലേക്ക് തെറ്റുന്നതിനാണ് ഹാ എന്ന് പറയുക. തഹവീൽ എന്ന് വായിക്കാം, തഹവ്വുൽ എന്ന് അർത്ഥം മനസ്സിലാക്കാം. ഒരു സനദിൽ നിന്ന് മറ്റൊരു സനദിലേക്ക് തെറ്റുക. ക്ലാസ് 11 12 വിശദമായിട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ പല റൂട്ടിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്, പല പരമ്പരയും ഉണ്ട്. അപ്പോൾ മുസ്ലിം ഇമാം പറയുകയാണ്, നമ്മുടെ ഉസ്താദ് ഹദ്ദസന അബൂ ഖുറൈബ്. അപ്പോൾ മുസ്ലിം ഇമാമിൻ്റെ ഉസ്താദ് അബൂ ബക്കർ, ഖുറൈബല്ല അബൂ ബക്കർ എന്നവരാണ്. അവരുടെ ഉസ്താദ് ആരാണ്? അബൂ ഉസാമയാണ്. അതിന് സനദ് തെറ്റി. വീണ്ടും പറയുകയാണ് ഹദ്ദസന ഇബ്നു നുമൈർ. ഇബ്നു നുമൈറാണ് വേറെ ഉസ്താദ്. അവരുടെ ഉസ്താദ് വാപ്പ തന്നെ. സനദ് വീണ്ടും മാറി. ഹദ്ദസന അബൂ ഖുറൈബ്, അവിടെ ഉസ്താദ് അബൂ ഖുറൈബാണ്. അബൂ ഖുറൈബിൻ്റെ ഉസ്താദ് ഇബ്നു ഇദ്രീസാണ്. അവരെല്ലാവരും ഇസ്മായിൽ എന്നവരെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യണത്. വീണ്ടും ഹദീസ് സനദ് മാറുകയാണ്. യഹ്യയാണ് അവിടെ ഉസ്താദ്. യഹ്യ ബിൻ ഹബീബിനിൽ ഹാരിസിയും.
വല്ലഫ്ദു ലഹു ബഹുമാനപ്പെട്ടവർത്താണ് ശേഷം പറയുന്ന ലഫ്ദ്. അത് ഹദസനാ മുഅത്തമിർ, അവിടെ മുഅത്തമിർ അവരുടെ ഉസ്താദ് മുഅത്തമിർ, അവരുടെ ഉസ്താദ് ഇസ്മായിൽ. ഖാല അവർ പറയാണ് സമിഅതു ഖൈസൻ, ഖൈസ് എന്നവരെ തൊട്ട് ഞാൻ കേട്ടു. യർവി റിപ്പോർട്ട് ചെയ്യുന്നു നബി മസ്ഊദ്, മസ്ഊദിനെ അബു മസ്ഊദിനെ തൊട്ട്. അപ്പോൾ ഖൈസിന്റെ ഉസ്താദ് ഇസ്മായിലിന്റെ ഉസ്താദ് ഖൈസ്, ഖൈസിന്റെ ഉസ്താദ് അബു മസ്ഊദ്. എന്താ ഈ ഹദീസ്, എന്താ റിപ്പോർട്ട് ചെയ്യുന്ന? കാല മഹാൻ പറഞ്ഞു അശാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി നഹവൽ യമൻ ഫഖാൽ അലാ ഇന്നൽ ഈമാന ഹഹുനാ വഇന്നൽ ഖസ്വത വഗിലൽ ഖുലൂബി ഫിൽ ഫദ്ദാദീൻ عند أصول أذناب الإبل حيث يطلع قرن الشيطان في ربيعة ومضر. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു മസ്ഊദ് അല്ല അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ഖാല അശാറ നബിയു, നബി സൂചിപ്പിച്ചു, നബി സൂചിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി അവിടുത്തെ കൈകൊണ്ട് നഹവൽ യമൻ, യമൻ ഭാഗത്തേക്ക്. നഹവന്റെ അർത്ഥം ഭാഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടി, അശാറ ചൂണ്ടി പറഞ്ഞു, ബിയദിഹി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ചൂണ്ടി പറഞ്ഞു നഹവൽ യമൻ, യമൻ ഭാഗത്തേക്ക്. ഫഖാല അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അലാ ഇന്നൽ ഈമാന ഹഹുന, അലാ അറിയണേ, അലാ അറിയിപ്പ്, ഇന്നൽ ഈമാന തീർച്ചയായിട്ടും ഈമാനാകുന്നത് ഹഹുന ഇവിടത്തിലാണ്, അവിടത്തിലാണ്, അവിടെയാണ് ഈമാൻ ഉള്ളത്. എവിടെ, എവിടേക്കാ ചൂണ്ടിയത്? യമനക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അവിടെയാണ് ഈമാൻ ഉള്ളത്. വഇന്നൽ ഖസ്വത തീർച്ചയായിട്ടും ഹൃദയ കാഠിന്യമാകുന്നത്, ഖസ്വത്തിന്റെ അർത്ഥം ഹൃദയ കാഠിന്യം. വഇന്നൽ ഖസ്വത തീർച്ചയായും ഹൃദയ കാഠിന്യമാകുന്നത്, വഗിലൽ ഖുലൂബി ഹൃദയത്തിന്റെ ഗൗരവവും ആകുന്നത്. രണ്ടൊരർത്ഥം തന്നെ. ഗിലൽ എന്നാണ് ഗൗരവം, മനസ്സിലായല്ലോ. ഹൃദയത്തിന്റെ കട്ടി, ഗിലലിന്റെ അർത്ഥം ഹൃദയത്തിന്റെ ഗൗരവം. ഫിൽ ഫദ്ദാദീൻ ഇടയന്മാരിൽ ആണ്, ഒട്ടകം ആടൊക്കെ മേക്കണ ആളുകൾക്കാണ് ഫദ്ദാദി എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിന് നല്ല കട്ടിയായിരിക്കും. ആർക്ക്? ഫിൽ ഫദ്ദാദീൻ ഇടയന്മാർക്ക്, മുതലാളിമാർക്ക് എന്നുള്ള അർത്ഥം കേട്ടോ. ഇടയന്മാർ പറഞ്ഞാൽ അറബികളുടെ സമ്പത്താണല്ലോ ഒട്ടകം, ആട്, അവിടുത്തെ വസ്തുക്കള്. അപ്പൊ അതുള്ള ആളുകൾക്ക് അഹങ്കാരം കൂടും. പൊതുവെ സമ്പത്തുള്ളവർക്ക് അഹങ്കാരം കൂടും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, സാധാരണ അങ്ങനെ ആയിരിക്കും. എപ്പോ ഇന്ദ ഉസൂലി അദ്നാബിൽ ഇബിലി, ഉസൂലി എന്നുള്ള അറ്റം, അദ്നാബ് ധനബ് അദ്നാബ് വാലുകൾ, അൽ ഇബിലി ഒട്ടകത്തിന്റെ വാലിന്റെ അറ്റത്ത് ആകുന്ന സമയത്ത്. എന്നാൽ ഓല അണ്ടറിൽ ഒട്ടകങ്ങൾ കുറെ ഉണ്ട് എന്നുള്ള അർത്ഥം. അല്ല വാലിനവിടെ പോയി ഇങ്ങനെ നിൽക്കുക എന്നല്ല. ഒട്ടകം പോലെ അണ്ടറിലുണ്ട്. കുറെ ഒട്ടകങ്ങൾ കൂടുമ്പോൾ വലിയ മുതലാളിയായി. അറബികളുടെ വലിയ ഒട്ടകം, അറബികളുടെ വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ, അറബികളുടെ വലിയ സമ്പത്ത് പറഞ്ഞാൽ ഒട്ടകമാണല്ലോ, ഭൂമിയിലെ കപ്പലായ ഒട്ടകം. അപ്പോൾ കൂടുതലുണ്ടാകുമ്പോൾ പൈസക്കാരനായി വലിയ വലിയ ആളായാൽ ദീന് മറക്കും, റസൂലിനെ മറക്കും, സ്വഹാബത്തിനെ മറക്കും, സക്കാത്ത് മറക്കും, നിസ്കരിച്ചാൽ മറക്കും, പിന്നെ ഫുള്ള് പൈസ 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 എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എന്ത് പറഞ്ഞു? ചില ആളുകൾ പൈസ കൂടിയപ്പോൾ ഈമാൻ കുറഞ്ഞു പോയി. എന്നാൽ നേരെ മറിച്ച് പൈസ കൂടിയപ്പോൾ ഈമാനുള്ളവരുണ്ട്. എത്രയോ ആളുകൾ, നല്ല ആളുകൾ തന്നെയല്ലേ സ്വാലിഹ്യങ്ങൾ, ആജിയമാർ. ഉള്ള പൈസയൊക്കെ ദീനിന് കൊടുക്കാൻ താല്പര്യമുള്ളവരും സഹായിക്കാനും, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണത്തിനും മറ്റൊക്കെ സഹായിക്കാൻ എത്ര നല്ല നല്ല മനുഷ്യന്മാരില്ലേ. അപ്പോൾ ഈമാനുണ്ട്, തഖ്വയുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈമാനുണ്ട്, തഖ്വയുണ്ട്, പക്ഷെ സമ്പത്ത് കൂടുതലും കുറഞ്ഞു പോകും. ചിലപ്പോൾ സമ്പത്ത് കൂടിയാലും തഖ്വയും കൂടും, സമ്പത്തും കൂടും തഖ്വയും കൂടും. സമ്പത്ത് കൂടിയവർക്ക് തഖ്വയും കൂടും. സാധാരണ സമ്പത്ത് കൂടിയാലും തഖ്വ കുറയലാണ്. ഹത്ത ഏത് അതാണ് പറയുന്നത്. ഹൈസു എന്നാണ്, ഹത്തല്ല. ഹൈസു യത്തുലു ഖർന ശൈത്താൻ. നബി പറയാണ് ഹസു യത്തുലു വെളിവാകും, യത്തുലു ഉദിക്കും, കർണ രണ്ട് കൊമ്പുകൾ, അശൈത്താനി പിശാചിന്റെ രണ്ട് കൊമ്പുകൾ ഉദിക്കുന്നതാണ്. ഫി റബിഅത റബിഅ ഗോത്രത്തിൽ, മുളറ മുളർ ഗോത്രത്തിലും റബിഅ ഗോത്രത്തിലും പിശാചിന്റെ കൊമ്പ് വെളിവാകും. അഥവാ നജ്ദിലേക്ക് സൂചിപ്പിച്ച് അവിടുന്ന് എന്ത് വരും? ബിദ്അത്ത് വരും, കുഫർ വരും. നമ്മൾ ഹദീസിന്റെ വിശദീകരണത്തിലൊക്കെ നമ്മൾ ഉസ്താദ്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നബി പിന്നെ പിശാച് വരും എന്ന സ്ഥലത്തു നിന്നാണ് അബ്ദുൽ വഹാബ് മുജാഹിദിന്റെ സ്ഥാപക നേതാവ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞേക്കാം. ബിൻ അബ്ദുൽ വഹാബെ കേൾക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ വ്യാഖ്യാനത്തിലൊക്കെ കാണാൻ പറ്റും. പിന്നെ
അത് മൊത്തത്തിൽ ഈ ഹദീസിൽ പറഞ്ഞത് പൈസ കൂടി കഴിയുമ്പോൾ അള്ളാനെ മറക്കാൻ സാധ്യത ഉണ്ട് ഇതാ. അപ്പോൾ പൈസ കയ്യിൽ കൂടിയാലല്ല, ഹൃദയത്തിൽ കയറിയാലാണ് പ്രശ്നം. മനുഷ്യന് ജീവിക്കാൻ പൈസ വേണം. അൽ മാല് തുറുസുൽ മുഅ്മിൻ എന്നാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ മാലു തുറുസുൽ മുഅ്മിൻ, മുഅ്മിന്റെ പരിചയമാണ് പൈസ. പൈസ വേണം ജീവിക്കണമെങ്കിൽ എന്ന് കരുതിയാൽ പൈസ അക്കൗണ്ടിലേ വരാൻ പറ്റുള്ളൂ, പൈസ നമ്മളെ പോക്കറ്റിലേ വരാൻ പറ്റുള്ളൂ. പൈസ എവിടെ വരാൻ പാടില്ല? ഹൃദയത്തിൽ വരാൻ പാടില്ല. കപ്പൽ ഓട്ടണമെങ്കിൽ വെള്ളം വേണം, മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം വേണം. കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ കപ്പൽ കേടുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ പണം കയറിയാൽ, ഹൃദയത്തിൽ പണം കയറിയാൽ മനുഷ്യൻ കേടുന്നു. കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ കപ്പൽ കേടുന്നു, നശിക്കും, കപ്പൽ നശിക്കും. മനുഷ്യൻ്റെ കൽബിൽ ഉള്ളിൽ പണം കയറിയാൽ മനുഷ്യൻ നശിക്കുന്നു. മൊത്തത്തിൽ മനസ്സിലാക്കുക. അല്ലാതെ കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണം, മനുഷ്യനെ ഓടണമെങ്കിലും പൈസ വേണം. അത് മനസ്സിലാക്കുക. അതായത് പൈസയോട് വെറുക്കുന്നല്ല, ഹൃദയത്തിൽ കയറ്റരുത്. പിന്നെന്താ ആദ്യത്തോടെ കഴിഞ്ഞല്ലേ. 182. അടുത്ത ഹദീസ് 182. ഹദ്ദസനാ അബു റബീഅ الزهراني قال أنبأنا حماد قال حدثنا أيوب قال حدثنا محمد رضي الله عنهم. നോക്കുക, മുസ്ലിം ഇമാം പറയാണ് ഹദ്ദസന അബുർ റബീഅ. അബുർ റബീഅ എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു. അബുർ റബീഅ സഹ്റാനിയാണ്. അപ്പോൾ മുസ്ലിം എന്നവരുടെ ഉസ്താദ് അബുർ റബീഅ എന്നവർ, അവരുടെ ഉസ്താദ് ഹമ്മാദ് എന്നവർ, അവരുടെ ഉസ്താദ് അയ്യൂബ് എന്നവർ, അവരുടെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, അവർ സ്വഹാബിയായ അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല അബൂ ഹുറൈറ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅ അഹ്ലുൽ യമനി ഹുവ അറഖു അഫ്ഇദതൻ അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയത്തുൻ. സുന്ദരമായ ഹദീസ്, അടിവരട്ട് ഹിഫ്ള് ചെയ്യുക. സമസ്ത വിശദീകരിക്കുമ്പോഴും നമ്മുടെ ആ സമസ്ത നായകന്മാരെ പറയുമ്പോഴൊക്കെ ഈ ഹദീസ് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ, സയ്യിദ് ജിഫ്രി മുത്തക്കോയത്തങ്ങൾ അടക്കം ഒരുപാട് ശംസുൽ ഉലമ അടക്കം ഒരുപാട് നമ്മുടെ സ്വാലിഹീങ്ങളൊക്കെ ഹളർ മൗത്തിൽ നിന്ന് വന്നവരാണ്, യമനിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാബു ഹെഡിങ് തന്നെ എന്താണ്? വറുജ്ഹാനി അഹ്ലിൽ യമനി ഫീഹിന, ഈമാന് യമനുകാർക്ക് അധികമാണെന്ന് പറഞ്ഞില്ലേ? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅ അഹ്ലുൽ യമൻ, യമനിലെ ആളുകൾ വന്നു. ജാഅ അഹ്ലുൽ യമൻ, യമനിലെ ആളുകൾ വന്നു. ഹും, അവരാവുന്നത് അറക്കു, ലോലമാണ്, റഖീഖാണ്, അഫ്ഇദത്തൻ, അവരുടെ ഹൃദയങ്ങൾ. അഫ്ഇദത്ത് ഫുആദ് കേട്ടിട്ടില്ലേ? ഫുആദാണ് അഫ്ഇദത്ത്. ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നുള്ള അർത്ഥം. ഹൃദയത്തിൻ്റെ ഉള്ളിലെ അറക്കാണ്, കൽബിൻ്റെ ഉള്ളിലെ അറക്കാണ് ഫുആദ് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹും അറക്കു അഫ്ഇദത്തൻ, ആ യമനുകാർ ഹൃദയം ലോലമായവരാണ്, കുഞ്ഞു മനസ്സാണ്, ഹൃദയം ലോലമാണ്, എല്ലാവരും ഇഷ്ടമാണ്, ആരോടും വെറുപ്പില്ല, എല്ലാവരെയും ഉൾക്കൊള്ളും, എന്നാൽ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കണിശ നിലപാട്. അപ്പോൾ ഹൃദയം ലോലമാണ്. അൽ ഈമാനു യമാനിൻ, ഈമാനാകുന്നത് യമനിലാണ്, യമനുകാർക്കാണ് വിശ്വാസി. വൽ ഫിഖ്ഹു, കർമ്മശാസ്ത്രം, അറിവ് യമനിലാണ്, യമനുകാർക്കാണ്. വൽ ഹിക്മത്തു, ഇൽമാകുന്നത് യമാനിയത്തിൽ, യമനിലാണ്. അപ്പോൾ യമൻകാർക്കാണ് ഇൽമുള്ളത്, ഹിക്മത്തുള്ളത്, ഫിഖ്ഹുള്ളത്, ഈമാനുള്ളത്. യമനത്തെ ആളുകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി. അപ്പോൾ ആ ആളുകളിൽ പെട്ടവരാണ് നമ്മുടെ സമസ്ത സ്ഥാപകൻ വരക്കൽ തങ്ങൾ പാപ്പ. അവിടുന്ന് വന്നതാണ് കേരളത്തിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാമായ 10-40 കൊല്ലത്തോളം 50 കൊല്ലത്തോളം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തക്കോയ അടക്കം എല്ലാവരും. അപ്പോൾ അവരൊക്കെ യമനെന്ന് വന്നവരാണ്. യമനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയതാ. ആ ഹദീസ് അവിടെ കഴിഞ്ഞു. ഹിഫ്ള് ചെയ്യുക, ഡയറിയിൽ എഴുതി വെക്കുക. അടുത്ത ഹദീസ് 183.
حدثنا محمد بن المثنى قال حدثنا ابن أبي عدي وحدثني عمرو ناقد قال حدثنا إسحاق بن يوسف الأزرق كلاهما عن ابن عون عن محمد عن أبي هريرة قال قال رسول الله صلى الله عليه وسلم بمثله. ഈ സനദിലും മേൽ പറഞ്ഞതുപോലത്തെ ഹദീസ് വന്നിട്ടുണ്ട്. നമ്മളറിയാമല്ലോ, എളുപ്പമാണ്, അർത്ഥം വെക്കാനൊന്നുമില്ല. മുസ്ലിം എന്നവരുടെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, അവിടുത്തെ ഉസ്താദ് ഇബ്നു അബി അദിയ്. പിന്നെ ഹദീസ് സനദ് തെറ്റാണ്, ഹദീസ് തഹവൂലാണ്. ഹദ്ദസനി അംറു നാഖിദ്, ഒരു ഉസ്താദ് അംർ എന്നവർ, അംറിൻ്റെ ഉസ്താദ് ഇസ്ഹാഖ് എന്നവർ, അവരുടെ ഉസ്താദ് ഇസ്ഹാഖ് ബിൻ യൂസുഫ് അസറക്കാണ്. അത് കഴിഞ്ഞു അവർ ഇബ്നു ഔനിനെ തൊട്ട്, അവരുടെ ഉസ്താദ് മുഹമ്മദ്, അവരുടെ ഉസ്താദ് സ്വഹാബിയായ അബൂ ഹുറൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബിമിസ്ലിഹി, മുമ്പ് പറഞ്ഞതുപോലെ ഹദീസ് പറഞ്ഞു. ഇനി അടുത്ത ഹദീസ് 184. وحدثني عمرو الناقد وحسن الحلواني قال حدثنا يعقوب وهو ابن إبراهيم ابن سعد قال حدثنا أبي عن صالح عن الأعرج قال قال أبو هريرة رضي الله عنه. മേലെ പറഞ്ഞ അതേ ഹദീസ് തന്നെ. മുസ്ലിം ഇമാമിൻ്റെ ഉസ്താദ് അംർ എന്നവർ, മറ്റൊരു ഉസ്താദ് ഹസൻ. ഹസൻ എന്നല്ലേ? അപ്പോൾ മുസ്ലിം ഇമാമിനോട് രണ്ട് ഉസ്താദുണ്ട്, ഒന്ന് അംറും രണ്ട് ഹസനും റളിയല്ലാഹു അൻഹുമ. കാല, രണ്ടാളും പറഞ്ഞു. അവരുടെ ഉസ്താദ്, രണ്ടാളെ ഉസ്താദ് യാക്കൂബ് എന്നവർ. ഈ യാക്കൂബ് പല യാക്കൂബ് ഉള്ളത്. ഏത് യാക്കൂബ? യാക്കൂബ് ഹുവ, ഈ യാക്കൂബ് ഇബ്നു ഇബ്രാഹിമ. ഇപ്പോൾ ടോട്ടൽ വായിക്കുമ്പോൾ ഏത് യാക്കൂബ് അതോ യാക്കൂബ് ബിൻ ഇബ്രാഹിം എന്നവർ. അവർ അവരുടെ വാപ്പയെ തൊട്ട്, അവർ സ്വാലിഹ് എന്നവരെ തൊട്ട്, അവരുടെ ഉസ്താദ് അറജ്, അവർ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും അഹ്ലുൽ യമൻ ഹും അദ്ആഫു ഖുലൂബൻ വഅറഖു അഫ്ഇദതൻ അൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. തക്റാർ. ഹദീസ് മേലെ വന്നു. അതാകും, നിങ്ങളിലേക്ക് വന്നു, അഹ്ലുൽ യമൻ, യമനിന്റെ ആളുകൾ വന്നു. ഹും, അവരാവുന്നത് അദ്ആഫു ഖുലൂബൻ, ഹൃദയങ്ങൾ ലഈഫായവരാണ്, ലോല ഹൃദയമാണ്, കുഞ്ഞു മനസ്സാണ്, ആരോടും വെറുപ്പില്ല, സ്നേഹം മാത്രം, ഹൃദയത്തിൽ വേഗം കരയും, വേഗം ചിരിക്കും, നല്ല ഹൃദയലോലമായ ആളുകൾ. അപ്പോൾ ഹൃദയം കലം കുറഞ്ഞവരാണ്, എല്ലാം ഉൾക്കൊള്ളും. അറഖു അഫ്ഇദത്തൻ, മേൽ പറഞ്ഞല്ലോ, അവരുടെ ഹൃദയങ്ങൾ ലോലമാണ്. അൽ ഫിഖ്ഹു യമാൻ, ഫിഖ്ഹ് യമനിലാണ്. അൽ ഹിക്മത്ത് യമാനിയത്തൻ, ഹിക്മത്ത് യമനിലാണ്. യമനുകാർക്കാണ്, യമനിലാണ്. എല്ലാ അർത്ഥത്തോടെ ശരിയാവും. വ്യാഖ്യാനത്തോടെ പറയുമ്പോഴേ എല്ലാ അർത്ഥത്തോടെ ശരിയാവും. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ 185 ഹദീസ്. ഹദ്ദസനാ യഹ്യ ബിൻ യഹ്യ ഖാല ഫറഅയ്തു അലാ മാലിക് عن أبي الزنادي زاين كسر أبي الزنادي عن الأعرج عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال رأس الكفر نحو المشرق والفخر والخيلاء في أهل الخيل والإبل الفدائين أهل الوبر والسكينة في أهل الغنم. മുസ്ലിം ഇമാമിൻ്റെ ഉസ്താദ് യഹ്യ എന്നവർ അവർ പറയാണ്, റഅയ്തു, ഞാൻ കണ്ടു, അലാ മാലിക്കിൻ അൻ അബി സിനാദി അനിൽ അഅറജി. സനദ് ഇങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅസുൽ കുഫ്രി, കുഫറിൻ്റെ ഹെഡാകുന്നത്, നഹവൽ മശ്രിഖി, കിഴക്ക് ഭാഗമാണ്. വൽ ഫഖ്റു വൽ ഖുയലാഉ, വൽ ഫഖ്റു അഹങ്കാരം, വൽ ഖുയലാഉ പൊങ്ങച്ചം, ഫി അഹ്ലിൽ ഖൈലി വൽ ഇബ്ലി, ഒട്ടകം, കുതിര, ഇതിൻ്റെ കാളുകളുടെ അടുക്കലാണ്. അൽ ഫദ്ദാദീന, ഇടയന്മാരായ. അഹ്ലിൽ വബരി, അതുപോലെ ഒട്ടകരോമം ഉള്ള ആളുകൾ. ഇതൊക്കെ ബിസിനസ്സിൻ്റെ മുതലാളിത്വത്തിൻ്റെ ഭാഗമായിട്ട് അറബികൾ കണക്കാക്കിയിരുന്നതാണ്. ഒട്ടകരോമം, കമ്പിളി, പുതപ്പൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊക്കെ ഉള്ള ആളുകൾക്ക് പണം കൂടിയപ്പോൾ ഓട്ടോമാറ്റിക് ഫഖ്ർ വരും, ഖുയലാ വരും. മേലെ വിശദീകരിച്ചല്ലോ. വസ്സക്കീനത്തു, ശാന്തിയുള്ളത്, വസ്സക്കീനത്തു, അടക്കമുള്ളത്, ഫി അഹ്ലിൽ ഗനമി, ആട് മേക്കുന്ന ആളുകളിൽ കുറച്ച് ക്ഷമയുണ്ടാവും. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചതല്ലേ, എന്തിന്? ക്ഷമ പഠിപ്പിക്കാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മേച്ചു. അപ്പോൾ അവർക്ക് കുറച്ച് സക്കീനത്ത്, അടക്കം, വിനയൊക്കെ ഉണ്ടാവും. സക്കീനത്തിൻ്റെ അർത്ഥം ശാന്തി. അടുത്ത ഹദീസ് 186. വഹദ്ദസനി യഹ്യ ബിൻ അയ്യൂബ വഖുതൈബത്തു വബിൻ ഹുജ്രിൻ
عن إسماعيل بن جعفر قال ابن أيوب حدثنا إسماعيل قال أخبرني العلاء عن أبيه عن أبي هريرة رضي الله عنهم أن رسول الله صلى الله عليه وسلم قال الإيمان يمان والكفر قبل المشرق والسكينة في أهل الغنم والفخر والرياء في الفدادين أهل الخيل والوبر. തകറാറാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം എന്നുള്ള ഉസ്താദ് യഹ്യ എന്നവർ, രണ്ടാമത് ഖുത്തൈബ ഇബ്നു ഹുജർ, 3 ഉസ്താദുമാരുണ്ട്. അവരുടെ ഉസ്താദ് ഇസ്മായിൽ എന്നവർ, അവരുടെ ഉസ്താദ് ഇബ്നു അയ്യൂബ് എന്നവർ, അവരുടെ ഉസ്താദ് ഇസ്മായിൽ എന്നവർ, അവർ അല എന്നവർ തൊട്ട്, അവർ പിതാവിനെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു യമാനിൻ, അർത്ഥമാക്കിയും എത്രയേ വട്ടം വന്നതല്ലേ, പറയും ഈമാൻ യമനിലാണ്, യമനിലാണ്, വൽ കുഫ്റു കുഫ്റാഉ ഖിബിലൽ മശ്രിഖി, കിഴക്ക് ഭാഗത്താണ്, വസ്സക്കീനതു ഫി അഹ്ലിൽ ഗനമി, ആട് മേക്കുന്ന ആളുകൾക്ക് ഒരൽപ്പം ക്ഷമയുണ്ട്, സക്കീനത്തുണ്ട്, ശാന്തിയുണ്ട്, വൽ ഫഖ്റു അഹങ്കാരം, വലിയ ലോകമാന്യത, ഫിൽ ഫദ്ദാദീന ഇടയന്മാരിലാണ്, അഹ്ലിൽ ഖൈലി അതുപോലെ തന്നെ കുതിരൻ്റെ നോക്കുന്ന ആളുകൾ, വൽബവരി അതിൻ്റെ രോമം ഉപയോഗിക്കുന്ന ആളുകൾ, കമ്പിളിക്കും മറ്റൊക്കെ. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അഹങ്കാരം ഉണ്ട്. 187 അടുത്ത ഹദീസ്. وحدثني حرملة بن يحيى قال أخبرنا ابن وهب قال أخبرني يونس عن ابن شهاب زهري مامته قال أخبرني أبو سلمة بن عبد الرحمن أن أبا هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول الفخر والخيلاء في الفدادين أهل الوبر والسكينة في أهل الغنم. ബുഖാരി മുസ്ലിം ഉസ്താദ് ഹർമല, അവിടുത്തെ ഉസ്താദ് ഇബ്നു വഹബ്, അവിടുത്തെ ഉസ്താദ് യൂനിസ്, അവിടുത്തെ ഉസ്താദ് ഇബ്നു ശിഹാബ് സുഹരി, അവിടുത്തെ ഉസ്താദ് സലമ, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അവിടുന്ന് പറഞ്ഞു, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വൽ ഫഖ്റു അഹങ്കാരം, വൽ ഖുയലാഉ പൊങ്ങച്ചം, ഫിൽ ഫദ്ദാദീൻ അഹ്ലിൽ വബരി ആടിൻ്റെ തോല് രോമങ്ങളൊക്കെ വെക്കുന്ന ആളുകളിൽ ഇടയന്മാരിൽ ഉണ്ട് കേട്ടോ. വസക്കീനത്തു ക്ഷമയും അടക്കവും ശാന്തിയും ഫി അഹ്ലിൽ ഗനമി ആടിൻ്റെ ഇടയന്മാരിൽ ഉണ്ട്. അടുത്ത ഹദീസ് 188. വഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുർറഹ്മാൻ അദ്ദാരിമി ഖാല ഖബർനാ അബുൽ യമാനി ഖബർനാ ശുഐബൻ അനി സുഹരി റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉസ്താദ് അബ്ദുല്ലാഹ് എന്നവര്, അവിടുത്തെ ഉസ്താദ് അബൂൽ യമാൻ, അവിടുത്തെ ഉസ്താദ് ശുഐബ്, അവിടുത്തെ ഉസ്താദ് സുഹരി ഇമാം ബിഹാദൽ ഹദീസ് മിഥ്ലുഹു, ഇതേ സനദ് കൊണ്ട് ഇതേ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. വസാദ ഒന്നും അധികം പറഞ്ഞിട്ടുണ്ട്. വസാദ കുറച്ചും കൂടി സിയാദത്തുണ്ട്. ആ റിപ്പോർട്ടിൽ മത്തിന് കുറച്ച് തോന കാണാം. അൽ ഈമാൻ യമാനിൻ, ഈമാൻ യമനിലാണ്. വൽ ഹിക്മത്തു യമാനിയത്തിന്, ഹിക്മത്ത് ഇൽമുള്ളതും യമനിലാണ്, യമൻകാരിലാണ്. ഒക്കെ മജാസാണ്. ഇവിടേക്ക് സ്ഥലം പറഞ്ഞ് അതിലുള്ള ആളുകൾ ഉദ്ദേശിക്കുക. ഹാല് മഹല്ല്, മഹല്ല് ഹാല്, മഹല്ല് പറഞ്ഞ് ഹാല് ഉദ്ദേശിക്കുക. പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്ത 189 ഹദീസ് ഒക്കെ തക്രാറായതുകൊണ്ടൊക്കെ ഇത്രയും വായിച്ചു വിടുന്നത് ഒക്കെ ആവർത്തനാണ് കേട്ടോ. حدثنا عبد الله بن عبد الرحمن قال أخبرنا باليمان عن شعيب عن الزهري قال حدثني سعيد بن المسيب أن أبا هريرة رضي الله عنهم قال سمعت النبي صلى الله عليه وسلم يقول جاء أهل اليمن هم أرق أفئدة وأضعف قلوبا الإيمان يمان والحكمة يمانية السكينة في أهل الغنم والفخر والخيلاء في الفدادين أهل الوبر قبل مطلع الشمس. മുസ്ലിമാൻ ഉസ്താദ് അബ്ദുല്ല എന്നവർ, അവരുടെ ഉസ്താദ് അബുൽ യമാൻ, അവരുടെ ഉസ്താദ് ശുഐബ്, അവരുടെ ഉസ്താദ് സുഹരി, അവരുടെ ഉസ്താദ് സഈദ് ബിൻ മുസയ്യബ്, അവിടുത്തെ ഉസ്താദ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ജാ അഹ്ലുൽ യമൻ, യമൻകാർ വന്നു. അവർ അറഖു അഫ്ഇദതൻ, അവരുടെ ഹൃദയങ്ങൾ ലോലമാണ്. വഅദ്അഫ ഖുലൂബൻ, അവരുടെ ഹൃദയങ്ങൾ ലോലമാണ്, മയമാണ്, പാവങ്ങളാണ്, മനസ്സ് വളരെ വിനയമുള്ളവരാണ്. അൽ ഈമാനു യമാനിൻ, ഈമാൻ വിശ്വാസം യമനിലാണ്. വൽ ഹിക്മത്ത് അറിവുള്ളതും യമനിലാണ്. വസ്സക്കീനത്തു ശാന്തിയും സമാധാനവും ഉള്ളത് ഫി അഹ്ലിൽ ഗനമി ആടിന്റെ ഇടയിലാണ്. അവർക്ക് ക്ഷമ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. കാരണം ആടിന് ഇങ്ങോട്ട് മേക്കുമ്പോൾ അങ്ങോട്ടാ പോവുക, അങ്ങോട്ട് മേക്കുമ്പോൾ മറ്റൊടത്തൊക്കെ പോവുക. അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ക്ഷമ മനുഷ്യന് വരും. മനുഷ്യനെ നന്നാക്കുന്നതാണ് ആട് കേട്ടോ.
എന്നാൽ പശുവും പോത്തും ഒരൊന്നും അങ്ങനെ നമ്മൾ വല്ലാതെ ഉറപ്പിക്കൂല. പക്ഷെ ആട് വല്ലാതെ ബുദ്ധിമുട്ടാക്കും. നമ്മൾ കരുത്തോടത്തൊന്നും ആട് വരില്ല. ആട് തൊഴിലെടുത്തുകൾ മണ്ടും. അപ്പോൾ ആടിനെ മേച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ക്ഷമയുണ്ടാവും. വൽ ഫഖ്റു അഹങ്കാരവും വൽ ഖുയരാഉ പൊങ്ങച്ചവും ഫിൽ ഫദ്ദാദീന ഇടയരിലാണ് അഹ്ലിൽ വബരി ഖിബല മത്ല ഇശ. ഇത്രയും വട്ടം മേലെ വന്നല്ലോ. പിന്നെ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് കേട്ടോ, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത്. പിന്നെ അടുത്ത ഹദീസ് 190 حديث حدثنا أبو بكر بن أبي شيبة وأبو كريب قال حدثنا أبو المعاوية عن الأعمش عن أبي صالح عن أبي هريرة رضي الله عنهم. 190 ഹദീസ് സനദ് മുസ്ലിം ഇമാമിന്റെ ഉസ്താദ് അബൂബക്കർ എന്നവർ. അവരുടെ രണ്ട് ഉസ്താദുണ്ട് അല്ലേ? അബൂബക്കർ എന്നവർ ഒന്ന്, അബൂ ഖുറൈബ് രണ്ടാൾ. അപ്പോൾ മുസ്ലിം ഇമാമിനോട് രണ്ട് ഉസ്താദന്മാരുണ്ട്. അവരുടെ ഉസ്താദ് കാലാ രണ്ടാളും പറഞ്ഞു. അവരുടെ ഉസ്താദ് അബൂ മുആവിയ, അവരുടെ ഉസ്താദ് അഅമഷ്, അവരുടെ ഉസ്താദ് അബൂ സ്വാലിഹ് എന്നവർ, അവരുടെ ഉസ്താദ് അബൂ ഹുറൈറ. എന്താ പറഞ്ഞത്? അതാക്കും അഹ്ലുൽ യമൻ. നിങ്ങളർത്ഥം വയ്ക്കും. ഇപ്പം എത്രാമത്തെ ആവർത്തനാണല്ലോ. നിങ്ങളിലേക്ക് യമൻ ആളുകൾ വന്നു. അവർ അല്യനു ഖുലൂബൻ, ഹൃദയം ലോലമായവരാണ്. വ അറഖു അഫ്ഇദത്തൻ, ഹൃദയം വളരെ മയമായവരാണ്. അൽ ഈമാൻ യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ, ഈമാൻ യമനിലാണ്, ഹിക്മത്ത് യമനിലാണ്. അറിവൈ റഅസുൽ കുഫരി, കുഫറിന്റെ ഹെഡ്, നിഷേധത്തിന്റെ ഹെഡ് വരുന്നത് ഖിബലൽ മശ്രിഖി, കിഴക്ക് ഭാഗത്തുനിന്നാണ്. തക്കറാറാണ്, വിശദീകരിക്കണ്ടല്ലോ. 191 ഹദീസ് وحدثنا قتيبة بن سعيد وزهير بن حرب قال حدثنا جرير عن الأعمش بهذا الإسناد ولم يذكر رأس الكفر قبل المشرق. എന്താ സനദ്? മുസ്ലിം ഇമാമിന്റെ ഉസ്താദ് കുത്തൈബ എന്നവര്, അതുപോലെ തന്നെ സുഹൈർ എന്നവര്. മുസ്ലിം ഇമാമിനോട് രണ്ട് ഉസ്താദന്മാരുണ്ട്. ഒന്ന് കുത്തൈബ, രണ്ട് സുഹൈർ റളിയല്ലാഹു അൻഹു. കാല രണ്ടാളും പറഞ്ഞു. അവിടുത്തെ ഉസ്താദ് ജരീർ, അവിടുത്തെ ഉസ്താദ് ആമഷ് ഇതേ സനദ് ബിഹാദൽ ഇസ്നാദ്, ഈ സനദ് കൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ വലം എതുക്കുക അവിടെ പറഞ്ഞിട്ടില്ല റഅസുൽ കുഫ്രി ഖിബലൽ മശ്രിഖി എന്ന ഭാഗം പറഞ്ഞിട്ടില്ല. മശ്രിഖ് എന്ന് പറഞ്ഞാൽ മേലെ വന്നല്ലോ, കിഴക്ക് ഭാഗത്തു നിന്നാണ് കുഫറിന്റെ ഹെഡ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത ഹദീസ് എന്താ? 192 ഹദീസ് നമ്പർ. وحدثنا محمد بن المثنى قال حدثنا ابن أبي عدي وحدثني بشر بن خالد حدثنا محمد يعني ابن جعفر قال حدثنا شعبة عن الأعمش بهذا الإسناد مثل حديث جرير وزاد والفخر والخيلاء في أصحاب الإبل والسكينة والوقار في أصحاب الشاء. എന്താ പറഞ്ഞത്? സനദ് മുസ്ലിം ഇമാമിന്റെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, അവരുടെ ഉസ്താദ് ഇബ്നു അബി അദി. പിന്നെ തഹവീലാണ്, സനദ് മാറുകയാണ്. അപ്പോൾ ബിശ്ർ ബിൻ ഖാലിദ് ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് മുഹമ്മദ് എന്നവർ. മുഹമ്മദ് ഏത് മുഹമ്മദാണ്? യാനി അതോട് ഉദ്ദേശിക്കുന്നത് ഇബ്നു ജാഫറാണ്. അപ്പോൾ ബിശ്റിന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ ജാഫർ കേട്ടോ. പിന്നെ അവരുടെ ഉസ്താദ് ഷുഅബ, അവരുടെ ഉസ്താദ് ആമശാണ്. അവർ ബിഹാദൽ ഇസ്നാദ്, അതേ സനദ് കൊണ്ട് പറഞ്ഞു. മാത്രമല്ല ജരീറിന്റെ ഹദീസ് പോലെ പറഞ്ഞത്. മാത്രമല്ല കുറച്ചധികം ഉണ്ട്. മേലെ വലം മെതുക്കൾ പറഞ്ഞിട്ടില്ല, ഇവിടെ കുറച്ച് കുറവാണ്. ഇവിടെ വസാദ കുറച്ചധികം ഉണ്ട്. എന്താ അധികം ഉള്ളത്? വൽ ഫഖ്റു അഹങ്കാരം, വൽ ഖുയലാഉ പൊങ്ങച്ചം, ഫി അസ്ഹാബിൽ ഇബിലി ഒട്ടകം മേക്കുന്ന ഒട്ടകത്തിന്റെ ആളുകളിലാണ്, ഒട്ടകത്തിന്റെ മുതലാളിമാരിലാണ്. വസക്കീനത്തു ശാന്തിയുള്ളത്, വൽ വഖാറു ഗാംഭീര്യവും വിനയൊക്കെ ഉള്ളത്, ഫി അസ്ഹാബി ഷാഇ ആട്ട് ഇടയന്മാരിലാണ്. ഷാ എന്ന് പറഞ്ഞാൽ ആട് ഉള്ളവരിലാണ്. ഷാ എന്ന് പറഞ്ഞാൽ ആട് കേട്ടോ, ആട് ഉള്ളവരിലാണ്. അതവിടെ കഴിഞ്ഞു. ഇനി ആ ബാബിലെ ലാസ്റ്റ് ഹദീസ് 193. എന്താ ലാസ്റ്റ് ഹദീസ്? وحدثنا إسحاق بن إبراهيم قال أخبرنا عبد الله بن الحارث المخزومي عن ابن جريج قال أخبرني أبو زبير أنه سمع جابر بن عبد الله يقول قال رسول الله صلى الله عليه وسلم غلظ القلوب والجفاف في المشرق والإيمان في أهل الحجاز. മുസ്ലിം ഇമാമിന്റെ ഉസ്താദ് ഇസ്ഹാഖ് എന്നവർ, അവരുടെ ഉസ്താദ് അബ്ദുള്ള എന്നവർ, അവരുടെ ഉസ്താദ് ഇബ്നു ജുറൈജ്, അവരുടെ ഉസ്താദ് അബൂ സുബൈർ, ജാബിർ എന്നവരെ തൊട്ട് കേട്ടു. എന്താ കേട്ടത്? യഖൂൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗിലദുൽ ഖുലൂബ്, ഹൃദയകാഠിന്യം, വൽ ജഫാഫു, ഹൃദയത്തിന്റെ കടുപ്പം. ജഫാഫ് പറഞ്ഞാൽ ജഫാ പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഗൗരവം, ഹൃദയത്തിന്റെ കട്ടി എന്നുള്ള അർത്ഥം തന്നെ. അത് ഫിൽ മശരിക്ക്, ഈ മശരിക്കിലുള്ള ആളുകളിലാണ്, കിഴക്ക് ഭാഗത്താണുള്ളത്. വൽ ഈമാനു, ഈമാൻ വിശ്വാസമാകുന്ന ഫി അഹ്ലിൽ ഹിജാസ്, ഹിജാസിന്റെ ആളുകളിലാണ്. ഹിജാസിന് അവിടെ എഴുതി കൊടുക്കുക കിതാബില് മക്ക മദീന. അപ്പൊ മക്കയിലും മദീനയിലുമാണ് ഹിജാസിന്റെ നാട്. ഹിജാസ്, മക്കക്കും മദീനക്കും ഹിജാസ് ആണ്. അപ്പൊ മക്കയിലും മദീനയിലുമാണ് ഈമാനുള്ളത്. മറ്റീനെതിരല്ല, യമന് അവിടെ ഈമാനുണ്ട്, മക്കയിലും ഈമാനുണ്ട്, മദീനയിലും ഈമാനുണ്ട്. അപ്പൊ നിനക്ക് ഹദീസ് വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ബാബ അവിടെ കഴിഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, 193 ഹദീസ് പൂർത്തിയായി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഇബാദകൾ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാ, 50 ക്ലാസ് പൂർത്തിയാക്കി. അൽഹംദുലില്ലാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, ഇത് ഷെയർ ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പ്രത്യേകിച്ച് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട ഇർഷാദ് ഫൈലി, റാഷിദ് നജൂമി, സാബിർ നജൂമി അടക്കം എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.